ഇടുക്കി തൊടുപുഴയിലെ 75-കാരിയുടെ സമരം വിജയത്തിലേക്ക്. അമ്മിണിക്ക് പട്ടയത്തിന് അവകാശമുണ്ടെന്ന് തഹസീൽദാർ റിപ്പോർട്ട് നൽകി. രേഖകൾ പരിശോധിച്ച് ഉടൻ പട്ടയം നൽകാനും നിർദ്ദേശമുണ്ട്. ഇത് സംബന്ധിച്ച് തഹസീൽദാർ ജില്ലാ കളക്ടർക്കാണ് റിപ്പോർട്ട് നൽകിയത്. തൊടുപുഴ കലയന്താനി പാർത്തിക്കപ്പാറ സ്വദേശിയായ അമ്മിണി കഴിഞ്ഞ 3 ദിവസമായി നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് വിജയത്തിലെത്തി നിൽക്കുന്നത്. 1975 മുതൽ പട്ടയത്തിനായി വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും അമ്മിണിക്ക് ലഭിച്ചത് അവഗണന മാത്രമാണ്. നവകേരള സദസ്സിലും ഇത് ആവർത്തിച്ചതോടെയാണ് ഈ വൃദ്ധമാതാവ് അവശതകൾ മറന്ന് സമരത്തിനിറങ്ങിയത്. വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന് പിന്നാലെ അമ്മിണിക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്ന് കാണിച്ച് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. 40 വർഷമായി അമ്മിണി ഇവിടെ താമസിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അമ്മിണിയുടെ ആകെയുള്ള 10 സെന്റ് സ്ഥലം കയ്യേറിയതുമായി ബന്ധപ്പെട്ട 25-ാം തീയതി രേഖകളുമായി ഹാജരാകാൻ ആരോപണ വിധേയനായ വ്യക്തിക്കും അമ്മിണിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടയം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അമ്മിണിക്കും അതുപോലെ തന്നെ സ്ഥലത്തിന് അവകാശം ഉന്നയിക്കുന്ന നാരായണനും ഹിയറിംഗ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആവശ്യമായ രേഖകൾ കൊണ്ട് ഹാജരാകാൻ പറഞ്ഞ് രണ്ടുപേരും ഹാജരാകാനായിട്ടുള്ള രേഖകൾ ഹിയറിംഗ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് ആലക്കോട് വില്ലേജിലുമാണ് നടത്തി നടക്കുന്നതായിരിക്കും. അതേസമയം തന്റെ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ച് പട്ടയം കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറൂ എന്ന നിലപാടിലാണ് അമ്മിണി. എനിക്ക് എൻ്റെ കയ്യിലിരുന്ന 10 സെന്റ് സ്ഥലം ഇവർ മതിൽ കെട്ടിയതോടുകൂടി മതിലെടുത്ത് പൊളിച്ച് വള്ള കഴിഞ്ഞ് എൻ്റെ കയ്യിലിരുന്ന 10 സെന്റ് സ്ഥലം എനിക്ക് വേണം. പട്ടയത്തിന് അർഹതയുള്ളതുമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയേ പറ്റൂ, അല്ലാതെ ഞാൻ മാറില്ല. അവർ എൻ്റെ മുറ്റത്ത് കെട്ടിയാക്കണം, മതിലും പൊളിച്ചു കളയണം. LA ഫയൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ ഈ സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാകൂ. ഇത് പരിശോധിക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 25-ാം തീയതിയിലെ ഹിയറിംഗിലൂടെ വിഷയത്തിന് പരിഹാരം കാണാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 1964 ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് തടഞ്ഞ കോടതി വിധി നിലനിൽക്കുന്നതാണ് അമ്മിണിയുടെ പട്ടയ പ്രശ്നത്തിന് വിലങ്ങുതടിയാകുന്നത്. ജനം, ഇടുക്കി.